ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വെടിമരുന്നിന്റെ മണം ബാക്കിയാക്കി പോയ ചെകുത്താനെ പറ്റി വെനസ്വേലയുടെ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് പിറ്റേന്ന് അതേ വേദിയിൽ പ്രസംഗിച്ചത് 19 വർഷം മുൻപാണ്. 2006 സെപ്റ്റംബർ 20-ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിനെ പറ്റിയായിരുന്നു പരാമർശം. ബുഷിനേക്കാൾ വിഷം മുറ്റിയ മറ്റൊരു പിശാച്ച് ഇന്ന് തന്റെ ചാട്ടുളിയുമായി വെനസ്വേലയിൽ കടന്നിരിക്കുന്നു. എല്ലാ സാർവദേശീയ മര്യാദകളും ലംഘിച്ച് ട്രംപിന്റെ അമേരിക്ക വെനസ്വേലയ്ക്ക് നേരെ നടത്തിയ സൈനിക ആക്രമണം പുതുവർഷത്തെ നടുക്കി വിളിക്കുന്നു. ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോയ ട്രംപ് ലോകത്തെമ്മാടി എന്ന പേര് അമേരിക്കയ്ക്ക് ഉറപ്പിക്കുന്നു. എണ്ണയോ ഭരണ നിയന്ത്രണമോ മാത്രമല്ല അമേരിക്കയുടെ ഈ സൈനിക നീക്കത്തിന്റെ ലക്ഷ്യം. ഒരിക്കൽ അമേരിക്കയുടെ ദരിദ്ര പിന്നാമ്പുറമായിരുന്ന ലാറ്റിൻ അമേരിക്കയെ ഒരിക്കൽ കൂടി ചൂഷണത്തിനുള്ള മണ്ണ് മാത്രമായി മാറ്റുകയാണ് ലക്ഷ്യം. അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യുക, ചൈനയെയും റഷ്യയും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുക, ഇടതുപക്ഷ സർക്കാരുകളെ തകർക്കുക, അങ്ങനെ അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മകളെ ഇല്ലാതാക്കുക, പശ്ചിമാർദ്ധഗോളമാകെ ചൊൽപ്പടിയിലാക്കുക. ഇങ്ങനെ പോകുന്നു അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമാണ് വെനസ്വേലയിലുള്ളത്. 30,300 കോടി ബാരൽ, അതായത് ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ 18%. കൂടാതെ ഗ്യാസും സ്വർണവും അപൂർവ ലോഹങ്ങളും. 1999-ൽ ഷാവേസ് അധികാരത്തിലെത്തും വരെ അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ സമ്പത്ത് അദ്ദേഹത്തിന്റെ സർക്കാർ ദേശസാൽക്കരിച്ചു. അവിടേക്ക് വീണ്ടും കടന്നു കയറുക എന്നത് ഈ സൈനിക നീക്കത്തിന്റെ ഒരു ലക്ഷ്യമാണെന്ന് വ്യക്തം. ട്രംപ് രണ്ടാമതും പ്രസിഡന്റായപ്പോൾ തന്നെ മഡൂറോ മയക്കുമരുന്ന് കടത്തുകാരനായി മുദ്രകുത്തി സൈനികാക്രമണത്തിന് ഒരുക്കം തുടങ്ങി. 35 ബോട്ട് തകർത്ത് 115 പേരെ വധിച്ചു. ക്യൂബയിലേക്ക് പോകുന്നതുൾപ്പെടെ 2 എണ്ണ ടാങ്കുകൾ പിടിച്ചെടുത്ത് കൊള്ളയടിച്ചു. എന്നാൽ മയക്കുമരുന്ന് കടത്തിൽ വിശ്വസനീയമായ ഒരു തെളിവും വെനസ്വേലയ്ക്കെതിരെ ഇല്ല. ചൈനയുടെ വെനസ്വേലയിലെ സാമ്പത്തിക സാന്നിധ്യമാണ് അമേരിക്കൻ ആക്രമണത്തിന് പിന്നിലെ മറ്റൊരു പ്രകോപനം. വെനസ്വേലൻ എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷനാണ് ഇവിടെ വലിയ നിക്ഷേപം നടത്തിയത്. ചൈനയിലെ സ്വകാര്യ കമ്പനി $100 കോടി നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ലിഥിയത്തിന്റെയും അപൂർവ ലോഹങ്ങളുടെയും ഖനനത്തിനും വ്യാപാരത്തിനും ചൈനയ്ക്കാണ് പ്രാമുഖ്യം. ഇതെല്ലാം അമേരിക്കയെ ഭയപ്പെടുത്തുന്നു. ഇടതുപക്ഷ ഭരണമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ക്യൂബയും അമേരിക്കയുടെ സാമ്പത്തിക സൈനികാധിപത്യ ശ്രമങ്ങൾ തടയുന്ന രാഷ്ട്രീയ സഖ്യങ്ങളായി രൂപപ്പെടുന്നതും അമേരിക്കയ്ക്ക് സഹിക്കാനാകുന്നില്ല. ഈ രാജ്യങ്ങളെ ഉന്നമിക്കുകയാണ് ട്രംപ്. ചെറുത്തുനിൽപ്പ് മാത്രമാണ് പോംവഴി. ലാറ്റിൻ അമേരിക്കയുടെ വിപ്ലവ സമര ചരിത്രം ഈ പോരാട്ടത്തിന് പിൻബലമായുണ്ട്. കൊച്ചു വിയറ്റ്നാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടിത്തന്ന പോരാട്ട മാതൃക മുന്നിലുണ്ട്. വെടിമരുന്നിന്റെ മണവുമായി കടന്നെത്തിയ ചെകുത്താനെ തിരിച്ചയക്കാനുള്ള കരുത്ത് വെനസ്വേലയിലെ ജനങ്ങൾക്കുണ്ട്. അതവർ പ്രയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.